കൃഷ്ണകൃപാസാഗരം. പൊന്നോമനക്കണ്ണന്റെ വേർപാടിൽ ദേവകിയുടെ ഹൃദയം തപിച്ചു. എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയാൽ കംസാന്തകനും അതിൽപ്പെടുമെന്ന ഹിതോപദേശം കംസനെ സംപ്രീതനാക്കി. ശിശുഹത്യാ ദൗത്യമേറ്റെടുത്ത പൂതന ഭീകരവേഷം വെടിഞ്ഞ് ലളിതവേഷധാരിയായി. അമ്പാടിയിൽ ആപത്തുണ്ടാകുമെന്ന വസുദേവരുടെ മുന്നറിയിപ്പ് നന്ദഗോപരുടെ അമ്പാടിയിലേക്കുള്ള മടക്കയാത്രയെ ത്വരിതപ്പെടുത്തി. ആദിനാരായണൻ ആറാടിക്കളിക്കുന്ന അമ്പാടി ഇന്ന് ഉത്സവ ലഹരിയിലാണ്. യശോദ
ദാ നോക്ക്. എന്താ ഗോപന്മാരെ ഇങ്ങനെ നോക്കുന്നത്? ആരാ മനസ്സിലായില്ലല്ലോ? ഒരു പെണ്ണ്. അത് മനസ്സിലായി. ഈ പെണ്ണിനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അമ്പാടിയിൽ ആദ്യമായിട്ടാ? ആദ്യമായിട്ടാ. നിങ്ങളെപ്പോലെ രണ്ട് സുന്ദരന്മാരെ കാണുന്നതും ആദ്യമായിട്ടാ. നിങ്ങളെപ്പോലെ അതിസുന്ദരിയായ ഒരു പെണ്ണിനെ കാണുന്നതും ആദ്യമായിട്ടാ. ആട്ടെ, ആരെ കാണാനാ അമ്പാടിയിൽ വന്നത്? കാണേണ്ടവരെ കണ്ടു കഴിഞ്ഞു. നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു സഹായം ചെയ്തു തരുമോ? സഹായം എന്തെന്ന് പറഞ്ഞില്ല. എന്ത് സഹായം വേണോ ആവശ്യപ്പെട്ടോളൂ. അമ്പാടിയിൽ അസാമാന്യ തേജസ്സുള്ള ഒരു ഉണ്ണി പിറന്നു എന്ന് കേട്ടു. പിഞ്ചു കുഞ്ഞുങ്ങൾ എനിക്കൊരു ദൗർബല്യമാണേ. അമ്പാടിയിലെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് വല്ലാത്ത മോഹം. അതിനെന്താ, കാണാമല്ലോ. ഞങ്ങൾ നിങ്ങളെ അമ്പാടിയിൽ എത്തിക്കാം. ഞങ്ങളെ രണ്ടുപേരെയും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. പേരും നാടും ഒന്നും പറഞ്ഞില്ല. കുഞ്ഞിനെ കണ്ടിട്ട് വന്നതിന് ശേഷം എല്ലാം വിശദമായിട്ട് പറയാം. ആട്ടെ, ഈ അമ്പാടിയിൽ ആരൊക്കെയുണ്ട്? ഉണ്ണിക്കണ്ണൻ്റെ അച്ഛൻ നന്ദഗോപര്, യശോദാമ്മ, രോഹിണിയമ്മയും കുഞ്ഞും, ഗോപസ്ത്രീകള്, പിന്നെ ഞങ്ങളെപ്പോലുള്ള ഗോപന്മാര്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈ യശോദാമ്മ എങ്ങനെ? സ്നേഹമുള്ളവളാണോ? അല്പനേരം കുഞ്ഞിനെ എടുത്ത് ഓമനിക്കാൻ എന്നെ അനുവദിക്കൂ. സംശയം എന്താ? ദിവസം എത്ര പേരാ വന്ന് കുഞ്ഞിനെ എടുത്ത് ഓമനിക്കുന്നത്? യശോദാമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലെങ്കിലും സുന്ദരിയായ നിങ്ങളെപ്പോലുള്ളൊരു പെണ്ണ് തൻ്റെ കുഞ്ഞിനെ എടുത്ത് ഓമനിക്കുന്നത് ഏതമ്മയെ അനുവദിക്കാതിരിക്കുക? അപ്സര സുന്ദരിയല്ലേ? എന്നാ നിങ്ങൾ ഇവിടെ നിന്നാ മതി, ഞാൻ പോയിട്ട് വരാം. ഞങ്ങൾ കാത്തിരിക്കും. വരുമല്ലോ. വരും. ഞാൻ നിങ്ങളെ കാണാൻ വരും. ഒന്നല്ല, 1000 പ്രാവശ്യം. ഇന്നത്തെ കണി കൊള്ളാമ്പടാ. ഒരു പേടമാ നമ്മുടെ വലയിൽ വീണിരിക്കുന്നു. ഇനിയുള്ള കാലം അവൾ നമുക്ക് മാത്രം സ്വന്തം. കണ്ണാ, എന്റെ പൊന്നും കൊടുത്തിന് അമ്മ അമ്മിഞ്ഞു തരട്ടെ. യശോദാമേ, ഇനി കുറച്ചു നേരത്തേക്ക് കണ്ണനെ ഈ ഉള്ളവൾ നോക്കിക്കോളാം. വേണ്ട വേണ്ട, മറ്റുള്ളവർ ലാളിച്ച് ലാളിച്ച് എനിക്കെന്റെ മോനെ മുലയൂട്ടാൻ പോലും കിട്ടുന്നില്ല. ഇന്നിനി എന്റെ പൊന്നും കൊടുത്തെ ആരും എടുക്കണ്ട, അല്ലേടാ കണ്ണാ? ഓ ഓ ഓ ഓ യശോദാമേ, കണ്ണനെ കാണാൻ വന്നതാ. യശോദാമ്മയല്ലേ? അതെ. യശോദാമ്മയെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ഭാഗ്യവതിയാ. സർവൈശ്വര്യങ്ങളും നിറഞ്ഞ ഉണ്ണിക്കണ്ണനെ പ്രസവിച്ച യശോദാമ്മ കോടി പുണ്യം ചെയ്തവളാ. ആ പാദം തൊട്ട് വന്നിക്കട്ടെ. അയ്യോ, എന്താ ഇത്? ഇവിടെ എത്രയോ പേർ കുഞ്ഞിനെ കാണാൻ വരുന്നു. അവരാരും എന്റെ പാദം തൊട്ട് വന്നിച്ചിട്ടില്ല.
അവർക്കൊന്നും യശോദാമ്മയുടെ മഹത്വം അറിയില്ലല്ലോ. മഹത്തുക്കൾക്കല്ലേ മഹത്തുക്കളെ മനസ്സിലാകൂ, അല്ലേ? ആരാ? എവിടുന്ന് വരുന്നു? കുറച്ചകലെന്നാ. മുലകുടി മാറാത്ത കുഞ്ഞുങ്ങളെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അവരെ ഏറെ നേരം ലാളിക്കുകയാണ് എന്റെ സ്വഭാവവിശേഷം. ഇപ്പൊ തന്നെ 10 കുഞ്ഞുങ്ങളെ ലാളിച്ചിട്ടാ ഞാൻ വരുന്നത്. കുഞ്ഞുങ്ങൾ എനിക്ക് ഹരമാണെന്ന് തന്നെ കൂട്ടിക്കോളൂ. ശാഠ്യം പിടിച്ച് നിർത്താതെ കരയുന്ന ഏത് കുഞ്ഞും എന്റെ വിരലൊന്ന് തൊട്ടാ മതി, അപ്പ കരച്ചിൽ നിർത്തും. പിന്നെ പല്ലില്ലാത്ത മോണ കാട്ടി കുടുവിടാന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. യശോദാമ്മേ, ഇവനെ ഞാൻ ഒന്ന് ലാളിച്ചോട്ടെ. പലരു കൂടി കൈമാറിയെടുത്താ കുഞ്ഞിന്റെ ശരീര വളർച്ച കുറഞ്ഞു പോകുന്ന പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ചു വന്നതല്ലേ, അല്പനേരം ലാളിച്ചോളൂ. വാടകല്ല. ഓ, എന്റെ വിരൽ തൊട്ടപ്പോ അവൻ ചിരിക്കുന്നത് കണ്ടോ? ഹോ, എന്താ മുഖശ്രീ! യശോദാമ്മേ, ഒരു സംശയം വേണ്ട, ഈ അമ്പാടിക്കണ്ണൻ 14 ലോകത്തിലും പ്രശസ്തനായി തീരും. കുഞ്ഞിനെ കാണുന്നവരൊക്കെ ഇങ്ങനെ ഓരോ പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാം ഈശ്വരാനുഗ്രഹം. ഇവനെ കുറെ നേരത്തേക്ക് ഞാൻ നോക്കിക്കോളാം. യശോദാമ്മ പോയിക്കോളൂ. കുടിക്കാൻ സംഭാരം? ഇപ്പൊ ഒന്നും വേണ്ട. എന്താ മോനെ എന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ നോക്കി ചിരിക്കുന്നത്? ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ദിവ്യശക്തി നിനക്കുണ്ടോടാ കണ്ണ? ഏയ്, അതുണ്ടാവില്ല. എന്താടാ നീ 14 ലോകത്തിലും പ്രശസ്തനാകുമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന പാവം യശോദ. അവളുണ്ടോ നിന്റെ ദുർവിധിയെക്കുറിച്ച് ഓർക്കുന്നു കണ്ണാ? എന്താടാ, അമ്മിഞ്ഞ വേണോ? മിടുക്കൻ, തരാലോ. ദേ, പൊന്നുമ്മൻ കുടിച്ചോ? ഹോ, എന്തൊരാർത്തി അമ്പാടിക്കണ്ണന്! കടിച്ചീമ്പി കുടിക്കുകയല്ലേ? കുടിച്ചോ. മതി മോനെ, നിന്റെ അന്ത്യത്തിനുള്ള വകയായി. മതി, നിർത്തിക്കോ. എന്തൊരു അത്യാർത്ഥി! എന്റെ ചങ്കിലെ ചോര ഊറ്റി കുടിക്കുകയാണോ? ആദ്യം കണ്ടവരെ വിട്. വശ്യസൗന്ദര്യത്താൽ മാമുനിമാരുടെ തപോഭംഗം മാത്രമല്ല, മാതാപിതാക്കളുടെ മനസ്സും ഹരിക്കപ്പെടുന്നു. നറുപുഞ്ചിരിയുടെ പ്രകാശധാരയ്ക്ക് പിന്നിൽ അരുങ്കൊലയുടെ കാളിമയൊളിപ്പിക്കാൻ എന്തെളുപ്പം! അമ്പാടിയിലെ ദുർനിമിത്തങ്ങൾ വസുദേവർക്ക് അനുഭവവേദ്യമായി. വിരാട് പുരുഷന്റെ വിദ്യുസ്പർശം ഏതെങ്കിലും ഒരു സുമനസ്സിന് മുന്നിൽ നിമിത്ത ദർശനമായി ഭവിക്കുന്നു.